സിന്ദൂരരേഖ. രചന അവതരണം മൈഥിലി മിത്ര. ഭാഗം 7. നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ ഏട്ടൻ വന്നത് തന്നെ. പക്ഷേ നിൻ്റെ ഈ സങ്കടം കാണുമ്പോൾ അതെനിക്ക് കഴിയുന്നില്ല മീര. നീ എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കണമെന്നാണ് ഈ ഏട്ടൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം നിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് വേണം നീ ജീവിക്കുവാൻ. അത് പറയുമ്പോൾ ദത്തനിൽ അടങ്ങാത്ത സഹോദര സ്നേഹം അലയടിക്കുന്നുണ്ടായിരുന്നു. ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന മീരയോട് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നും സംസാരിക്കുകയായിരുന്നു ദത്തൻ. ഏട്ടാ, അവളൊന്ന് വിതുമ്പിക്കൊണ്ട് കട്ടിലിൽ ചമ്രം പടഞ്ഞിരുന്നു. കഴിഞ്ഞതൊക്കെ ഓർത്ത് ഇനി നീ സങ്കടപ്പെട്ടിരിക്കരുത്. നിനക്കൊരു ജീവിതം ഇനിയുമുണ്ട്. ആരെയും പേടിക്കാതെ തൻ്റെ ഇടത്തോടെ ജീവിക്കാൻ പഠിക്കണം. അവൾ കരികിലേക്കായി ഇരുന്നു കൊണ്ട് മീരയുടെ കൈവെള്ളയ്ക്ക് മുകളിൽ അവൻ തൻ്റെ പിടുത്തം മുറുക്കി. കരുതലായി. തലയാട്ടിക്കൊണ്ടൊന്ന് മൂളി കേൾക്കുവാനേ അവൾക്കായുള്ളൂ. കാരണം താൻ നേരിടേണ്ടി വന്ന നാണക്കേടുകൾക്കും വേദനകൾക്കും വലിയൊരു വിലയാണ് കൊടുക്കേണ്ടി വന്നത്. തൻ്റെ ജീവിതമാണ് ഇവിടെ നശിച്ചത്. സമൂഹത്തിനു മുൻപിൽ തൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ആദിത്യൻ മറ്റൊരുവളോടൊപ്പം ഒളിച്ചോടിപ്പോയത്. മച്ചി എന്നുള്ള പേര് ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ നിന്നും മായ്ച്ചാലും പോവാത്തതാണ് പുതിയൊരു ജീവിതം. അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ പോലും തനിക്ക് ഭയമാണ്. മീരേ, ദത്തൻ കരുതലോടെ വിളിച്ചതും അവൾ മുഖം ഉയർത്തി ദയനീയമായി അവനെ ഒന്ന് നോക്കി. നിനക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും പഠിക്കാം. അതല്ല, നിനക്ക് മറ്റു വല്ലതിനുമാണ് പോകണമെന്നുണ്ടെങ്കിൽ അതിനുമാകാം. ഇവിടെ വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കരുത്. എനിക്ക് എൻ്റെ പഴയ അനിയത്തിയെ വേണം. 3 വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ മീരയെ, എപ്പോഴും പുഞ്ചിരിയോടെ നടക്കുന്ന എൻ്റെ പെങ്ങളുകുട്ടിയെ. ഇടറുന്ന ശബ്ദത്താൽ അവൻ പറഞ്ഞു നിർത്തി. ഞാൻ ശ്രമിക്കുക ഏട്ടാ. അവളിൽ നിന്നും പതിഞ്ഞൊരൊച്ച പുറത്തേക്ക് തെറിച്ചു. ശ്രമിക്കണം. എല്ലാത്തിനും ഒരു മാറ്റം അനിവാര്യമാണ്. നിന്നെ വേണ്ടാത്തവരെ ഒഴിവാക്കി നിർദാക്ഷിണ്യം വലിച്ചെറിഞ്ഞു പോയവരെ വേണ്ട എന്ന് സ്വയം നിർണയമെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അവൻ പ്രത്യാശയോടെ തുടർന്നു. ഞാൻ നിങ്ങളുടെ ഡൈവോഴ്സിന് വേണ്ടി അഡ്വക്കേറ്റിനെ കാണാൻ പോയിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും. ഏട്ടനിൽ നിന്നും വന്ന വാക്കുകൾ കേട്ട് ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിത്തെറിച്ചു. എത്രയൊക്കെ സങ്കടങ്ങൾ നൽകിയവനാണെങ്കിലും ഡിവോഴ്സ് എന്ന് കേട്ടപ്പോൾ അവളിൽ കാരമുള്ള തറച്ചതുപോലെയുള്ളൊരു വേദന ഉളവായി. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല മോളെ. ഒന്നിരുത്തി ചിന്തിച്ചാൽ ഞാൻ പറയുന്നതാണ് ശരി. ഇത്രയൊക്കെ കൊടിയ ചതി ചെയ്തവനെ നിന്റെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇനി എന്ത് ചെയ്യാനാണ്? ഇങ്ങനെയുള്ള ഒരുവൻ നമ്മുടെ ജീവിതത്തിലുള്ളതിലും ഭേദം ഒറ്റയ്ക്ക് പൊരുത്തി ജീവിക്കുന്ന തന്നെയാണ് അന്തസ്സ്. അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുവാൻ ദത്തൻ വല്ലാതെ പരിശ്രമിച്ചു. കുറച്ചുനേരം ഇരുവരുടെയും മധ്യത്തിൽ നിശബ്ദത തളം കെട്ടി. അവൾക്ക് ആലോചിക്കുവാൻ ഇനിയും സമയം വേണ്ടിവരുമെന്നുള്ള കാര്യം അവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ മീരയെ ഇനിയും കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുവാൻ ദത്തൻ ശ്രമിച്ചില്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മോളെ. ഇപ്പോൾ ഇറങ്ങിയ രാത്രിയാകുമ്പോഴേക്കും വീട്ടിൽ ചെല്ലാൻ പറ്റും. നാളെ പണിയുള്ളതാ, പോകാതിരിക്കാൻ പറ്റില്ല. പോക്കറ്റിൽ നിന്നും കുറച്ച് കാശ് അവളുടെ കൈവേളയിൽ മടക്കി വെച്ച് കൊടുത്തിട്ട് പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റവൻ. ഏട്ടാ, ഇതൊന്നും എനിക്ക് വേണ്ട. മീരയിലെ കയ്യിലിരിക്കുന്ന പൈസയിലേക്ക് ഒട്ടൊരു വിറയലോടെ നോക്കി. ചിറ്റയുടെ കയ്യിൽ ഒരുപാടൊന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യത്തിനും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ മോളെ. ഇതിരിക്കട്ടെ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ വന്നോളാം. അവളുടെ തുണികൾ കൊണ്ടുവച്ച ബാഗ് കട്ടിലിനടിയിലേക്ക് വെച്ചതിന് ശേഷം മീരയോട് യാത്ര പറഞ്ഞിടുമ്പോൾ കണ്ണുകൾ നിറയാതിരിക്കുവാൻ ദത്തൻ വളരെ കിണഞ്ഞു പരിശ്രമിച്ചു. അച്ഛാ, എനിക്ക് പപ്പനെ മറക്കാൻ പറ്റില്ല. എനിക്കായി വേറൊരു കല്യാണം ആലോചിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. നന്ദനയുടെ ശബ്ദം മേടയിൽ വീട്ടിൽ മുഴങ്ങിക്കേട്ടു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? എല്ലാവരുടെയും മുൻപിൽ വെച്ചല്ലേ അവൻ നിന്നെ വേണ്ടെന്നും പറഞ്ഞ് നമ്മളെ എല്ലാവരെയും നാണം കെടുത്തി ആട്ടിറക്കി പറഞ്ഞു വിട്ടത്. അന്ന് നടന്ന സംഭവങ്ങൾ ഓർമ്മയിൽ വന്നതും ശ്രീകുമാറിൻ്റെ കണ്ണുകളിൽ പക ഇരച്ചു കയറി. അച്ഛൻ എങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നോ? ഇവിടെ ഇപ്പോൾ ആവശ്യം നമ്മുടേതാണ്. എനിക്ക് പപ്പേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കുഞ്ഞിലെ തൊട്ടേ എൻ്റെ എന്നും പറഞ്ഞ ആശ വന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ. എന്നിട്ട് നന്ദന വാശിയോടെ ഹാളിൻ്റെ മൂലയിലിരുന്ന ഫ്ലവർ വേസിനെ കോടെ തറയിലെറിഞ്ഞു പൊട്ടിച്ചു. എനിക്ക് മറ്റൊന്നും അറിയേണ്ട കാര്യമില്ല അച്ഛേ. എത്രയും പെട്ടെന്ന് പെപ്പടിനെ എനിക്ക് ഭർത്താവായി കൊണ്ടുതരണം. ഇതെൻ്റെ ആഗ്രഹമല്ല, വാശിയാ. ചന്ദ്രമംഗലം തറവാട്ടിലെ കാരണവത്തിയായി വാഴണമെന്നുള്ള അതിയായ മോഹം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഏതറ്റം വരെയും പോവും.
ശരിക്കും ഒരു ഭ്രാന്തിയുടെ ചേഷ്ടകളായിരുന്നു അവളിലപ്പോൾ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. എന്താ എന്താ ഇവിടെ? പുറത്തുനിന്നുമുള്ള ഒച്ച കേട്ടതിനാലാവാം അടുക്കളയിൽ എന്തോ പണിയിലായിരുന്ന ആശാദേവി പൊടുന്നനെ അങ്ങോട്ടേക്ക് വേഗത്തിൽ ചെന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, അതുകൊണ്ട് തന്നെ അമ്മ അറിയാതിരിക്കുന്നത് നല്ലത്. ആശയെ കണ്ടപ്പോൾ തന്നെ പെണ്ണിൻ്റെ മുഖത്ത് പുച്ഛം വിടർന്നിരുന്നു. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? നീ എൻ്റെ മകളാണ്, അതുകൊണ്ട് തന്നെ നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയേണ്ടതല്ലേ? അവരിൽ വ്യസനം നിറഞ്ഞു. അപ്പോൾ അക്കാര്യം അമ്മയ്ക്കറിയാം. ഞാൻ അമ്മയുടെ മകനാണെന്നുള്ള കാര്യം അമ്മ ഇപ്പോഴും മറന്നിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അവൾ പുച്ഛത്തോടെ മുഖം കൂട്ടിക്കൊണ്ട് തുടർന്നു. എങ്കിൽ ഈ മകൾക്ക് വേണ്ടി അമ്മ ഒരു കാര്യം ചെയ്തു തരണം. നിങ്ങളുടെ ഇഷ്ട മരുമകൻ അല്ല മകനായ ചന്ദ്രമംഗലം പത്മനാഭൻ്റെ അടുത്ത് ചെന്ന് മേടയിൽ നന്ദനെ കല്യാണം കഴിക്കാൻ പറയും. അവളുടെ ഉച്ചത്തിലുള്ള ആക്രോശം കേട്ടതും ആശാദേവി അവളെ വല്ലായ്മയോടെ നോക്കി നിന്നു. അവർക്ക് അവളോട് സഹതാപം തോന്നിപ്പോയി, അതുപോലെ തന്നെ വെറുപ്പും. നീ തെറ്റിന് മുകളിൽ തെറ്റ് ചെയ്യരുത് നന്ദന. നിനക്കൊരിക്കലും പപ്പനെ സ്നേഹിക്കുവാനോ ആ കുരുന്നുകൾക്ക് നല്ലൊരു അമ്മയാകാനോ സാധിക്കില്ല. നീ ആ വീട്ടിൽ കാലുകുത്തിയാൽ അവർക്കിപ്പോഴുള്ള സമാധാനം കൂടെ പോകുന്നതായിരിക്കും. അവർ വീറോടെ മകളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ആശ, നീ വല്ലാതെ കാട് കയറുന്നു. നിനക്കിപ്പോഴും സ്വന്തം മകളേക്കാൾ ആ പീറ ചെറുക്കനെയാണ് ഇഷ്ടം. ഇവൾ നമ്മുടെ ഒരേ ഒരു മകളാണ്. അവളുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ നേടിക്കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ള കാര്യം നീ മറക്കരുത്. മകളെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത വണ്ണം ശ്രീകുമാർ ഭാര്യയോട് കയർത്തു. മകൾക്ക് നല്ലത് ചൊല്ലിക്കൊടുക്കാതെ മറ്റുള്ളവരുടെ കണ്ണുനീര് കാണാൻ ആഗ്രഹിക്കുന്ന തെറ്റാണ് ശ്രീയേട്ട. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ സ്വന്തം ചേച്ചിയുടെ ചോരയല്ലേ ആ കുരുന്നുകൾ. അവരെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ചെന്നാക്കുവാൻ പറയാൻ നിങ്ങൾക്കൊട്ടും മനസാക്ഷി തോന്നിയില്ലേ അന്ന്? ആശ അയാളോട് തട്ടിക്കയറി. നീ എന്ത് പറഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അവരെൻ്റെ ചേച്ചിയുടെ രക്തമാണെന്ന് നിന്നോടാരാ പറഞ്ഞത്? അവൾ ആ പല്ലവി ഏതോ ഒരു അനാഥനെ കെട്ടി അതിലുണ്ടായതല്ലേടി ആ കുഞ്ഞുങ്ങൾ. അല്ലാതെ അവർ ചന്ദ്രമംഗലത്തെ ചോര എങ്ങനെയാണ് ആവുന്നത്? അനാഥൻ്റെ കൊച്ചുങ്ങൾ വളരേണ്ടത് അനാഥാലയത്തിൽ തന്നെയാ. എൻ്റെ മോൾക്ക് അവരെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? ശ്രീകുമാർ മകൾക്കായി വാദിച്ചു കൊണ്ടേയിരുന്നു. ഞാനൊന്നും പറയുന്നില്ല ശ്രീയേട്ട. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കുമെന്ന ആ കുടുംബത്തിൻ്റെ പ്രാഗ് നീ തലയിൽ കയറ്റി വെക്കാതിരുന്നാൽ നന്ന്. നന്ദനയോട് ദേഷ്യത്തിൽ അത്രയും പറഞ്ഞിട്ട് അവർ അടുക്കളയിലേക്ക് തന്നെ തിരിച്ചുപോയി. നീ വിഷമിക്കേണ്ട മോളെ. നിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ നീ അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട. ശ്രീകുമാർ മകൾക്ക് ഉറപ്പു നൽകി. അമ്മ. സന്ധ്യയോടുകൂടി കുഞ്ഞുങ്ങൾ രണ്ടും ബഹളം വെച്ച് തുടങ്ങിയിരുന്നു. പപ്പനും ദേവരാജനും എത്ര ശ്രമിച്ചിട്ടും അവരുടെ കരച്ചിലുകളും ബഹളങ്ങളും നിയന്ത്രിക്കുവാനായി സാധിച്ചില്ല. അമ്മ വരുവാടാ കണ്ണ, ആദ്യം ഇതൊന്ന് കഴിക്കുക ഇത്തിരി. പപ്പൻ സ്പൂണിൽ കോരിക്കൊടുത്ത കഞ്ഞി ഒറ്റ തട്ടിന് അച്ചുമോൻ തട്ടിത്തെറിപ്പിളിച്ചു കളഞ്ഞു. അച്ചു. പപ്പൻ്റെ ശബ്ദം ഇത്തിരി ഉച്ചത്തിൽ ഉയർന്നതും കുഞ്ഞു വലിയ വായിൽ നിലവിളിക്കുവാനായി തുടങ്ങി. അച്ചുവിൻ്റെ കരച്ചിൽ കേട്ട് ആദിമോനും കൂടി അത് ഏറ്റെടുത്തപ്പോൾ ചന്ദ്രമംഗലം തറവാട് ശബ്ദമുഖരിതമായി. ആ മോക്ക് വയ്യാതെ കിടക്കുമല്ലേ, മാത്രമല്ല ഇപ്പോൾ രാത്രിയും. ഈ അസമയത്ത് അതിനെ വിളിക്കുന്ന മര്യാദയല്ല. ദേവരാജൻ അവരുടെ കരച്ചിൽ കണ്ടു നിൽക്കാനാവാതെ ആരോടെന്നില്ലാതെ പറഞ്ഞു. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് കുട്ടികൾ ആഹാരം കഴിച്ചിട്ടില്ല. എന്ത് കൊടുത്താലും കരഞ്ഞുകൊണ്ട് തട്ടിക്കളയുക ചെയ്യുന്നത്. നമ്മളെന്ത് ചെയ്യാനാ? അവന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇങ്ങനെ തീനും കൂടി ഉറക്കമൊന്നുമില്ല നിലവിളിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? ഇതുങ്ങൾ വല്ല അസുഖവും പിടിപ്പിച്ചു വയ്ക്കും. ദേവരാജൻ്റെ ആലോചന പോയത് അങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? എനിക്കാണെങ്കിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പപ്പന് ഒരേ സമയം ദേഷ്യവും വന്നുപോയി. നാണിയെ ഒന്ന് വിളിക്കാം. മീരമോള് ഉറക്കം പിടിച്ചോന്നൊന്ന് ചോദിക്കട്ടെ. അയാൾ പരിഹാരം കണ്ടെത്തിയതുപോലെ പറഞ്ഞു. അവനൊന്ന് അമർത്തി മൂളിയിട്ട് കുട്ടികളെ കയ്യിലെടുത്തു. അപ്പോൾ തന്നെ ദേവരാജൻ ഫോണെടുത്ത് നാണിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നത് കണ്ടു. 1-2 റിങ്ങുകൾക്ക് ശേഷമാണ് മറുവശം കോൾ കണക്റ്റായത് തന്നെ. ഹലോ സാറേ, എന്താ പറ്റിയേ? പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കോൾ എടുത്തതും നാണി ഉദ്വേഗത്തോടെ ആദ്യം ചോദിച്ചു അതാരായിരുന്നു. അവർക്ക് കുഴപ്പമൊന്നുമില്ല നാണി. ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഫോൺ ചെയ്തത്. ദേവരാജനിൽ വല്ലാത്തൊരു പിരിമുറുക്കം നിറഞ്ഞു. കാരണം ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് രാത്രിയിൽ വീട്ടിലേക്ക് വരാനായി ആവശ്യപ്പെടുന്നത്. അതും അന്യയായ ഒരു പെൺകുട്ടിയോട്. അതുമാത്രമല്ല
തൻ്റെ പേരക്കുട്ടി മൂലം വയ്യാതായ ഒരുവളെ ശല്യപ്പെടുത്തുവാൻ അയാൾക്കൊട്ടും മനസ്സില്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥ അയാളെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയായിരുന്നു. എന്താണ് സാറേ? നാണി ആശങ്കയോടെ ചോദിച്ചു. അത് പിന്നെ മീരയ്ക്ക് എങ്ങനുണ്ട്? അങ്ങനെ ചോദിക്കുവാനാണ് ദേവരാജൻ അപ്പോൾ തോന്നിയത്. അവൾക്ക് നല്ല കുറവുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും വന്നതിനെക്കാട്ടിൽ നല്ല ഭേദമുണ്ട്, അവർ പറഞ്ഞു. അവൾ ഉറങ്ങിയോ? ചോദിക്കുമ്പോൾ അയാളിൽ ഒട്ടൊരു പരിഭ്രമം കലർന്നിരുന്നു. ഇല്ല, അത്താഴം കഴിച്ചിട്ട് ഗുളികയും തിന്നിട്ടിരിക്കുന്നതേയുള്ളൂ. അവളെ കാണാതെ കുട്ടികൾ വല്ലാതെ കരയുന്നുണ്ട്. എങ്ങനെയൊക്കെയോ പറയുമ്പോൾ ദേവരാജൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പിരിമുറുക്കം കൂട്ടിയിരുന്നു. അയ്യോ, ഇനിയിപ്പോൾ എങ്ങനെയാ സാറേ? നാണി സങ്കടപ്പെട്ടു. ഒന്ന് കൊണ്ടുവരാവോ? ഇങ്ങനെ ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും ചോദിച്ചു പോവുക. മീരമോളെ ഒന്നിങ്ങോട്ടേക്ക് കൊണ്ടുവരാവോ? ചിറ്റിയോടൊപ്പം ചന്ദ്രമംഗലത്തേക്ക് കാലുകൾ പായിക്കുമ്പോൾ മീരയ്ക്ക് ശരീരത്തിൽ തളർച്ച തെല്ലും തോന്നിയില്ല. തലയിലെ കുത്തിക്കെട്ടുകൾ മൂലമുള്ള വേദനയും അവളെ അലട്ടിയില്ല എന്നതാണ് സത്യം. കുഞ്ഞുങ്ങൾക്ക് എന്തു പറ്റിയോ എന്തോ? നാണിയമ്മയുടെ ഉച്ചത്തിലുള്ള ആദ്യ പറച്ചിൽ തന്നെയായിരുന്നു പെണ്ണിൻ്റെ മനസ്സിലും അപ്പോൾ ഉണ്ടായിരുന്നത്. മോളെ സൂക്ഷിച്ച് നടക്കണേ. വീട്ടിൽ നിന്നും ചന്ദ്രമംഗലത്തെ പിൻമുറ്റത്തേക്കുള്ള വഴി വെട്ടിത്തെളിച്ചാണ് ഇട്ടിരുന്നതെങ്കിലും ടോർച്ച് ലൈറ്റിന് വെട്ടത്തിന് മുന്നിലായി ഓടുന്നവളെ കണ്ട് നാണി ആവലാതിയോടെ വിളിച്ചു പറഞ്ഞു. പെണ്ണവൾ അതിനുള്ള മറുപടിയും പറഞ്ഞില്ല. അവൾ കേട്ടില്ലെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. മനസ്സിലപ്പോൾ കുരുന്നുകളുടെ കരയുന്ന മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്കപ്പോൾ മക്കളെ പിരിഞ്ഞിരിക്കുന്ന ഒരമ്മയുടെ ഭാവവും. അടുക്കളമുറ്റത്തേക്ക് എത്തിയതും മീര കേട്ടു അലറിക്കരയുന്ന കുട്ടികളുടെ കരച്ചിൽ. അവിടെ നിന്ന് ധൃതിയിൽ വീടിൻ്റെ മുറ്റം കഴിഞ്ഞ് ഉമ്മറത്തേക്ക് ഓടിക്കയറി പെണ്ണവൾ. മക്കള്? തുറന്നു കിടന്ന വാതിലിലൂടെ ഉള്ളിലേക്ക് കയറിയവൾ അവിടെ വേവലാതിയോടെ നിൽക്കുന്ന ദേവരാജനോട് ഒട്ടൊരു പതറിച്ചയോടെയാണ് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നടുമുറ്റവും കഴിഞ്ഞ് പപ്പൻ്റെ മുറിയിലേക്ക് നീണ്ടതും അനുവാദം പോലും വാങ്ങാതെ പെണ്ണവൾ മിന്നൽ പോലെ അങ്ങോട്ടേക്ക് പാഞ്ഞു. ദേവരാജൻ അവളുടെ പോക്ക് നോക്കി സങ്കടത്തോടെ നിന്നു. എന്താ പറ്റിയത്? മുറിയിലേക്ക് കയറിയതും അവൾ കണ്ടു പത്മനാഭൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആദിയെയും അച്ചുവിനെയും. കരഞ്ഞ് ഇരുവരുടെയും മുഖം ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ ചുവന്നിരുന്നു. അമ്മ! മീരയെ കണ്ടതും ഇരുവരും നിലവിളിയോടെ അവൾക്ക് നേരെ കൈനീട്ടി. കരച്ചിലൊന്നും കൂടെ ഉച്ചത്തിലായി. വിതുമ്പി ഏങ്ങലടിച്ചും അവരുടെ സങ്കടങ്ങൾ എടുത്തു കാട്ടി. അമ്മ എന്ന വിളി പോലും അസ്പഷ്ടമായിരുന്നു. അമ്മ പക്ഷിയാൽ ഉപേക്ഷിച്ചു പോയ കിളിക്കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്നത് പോലെ, അത്രമേൽ ആഴത്തിൽ ഹൃദയം തൊട്ടെടുക്കുന്ന വിധത്തിൽ. എന്തിനാ അമ്മയുടെ കുഞ്ഞാവകൾ കരയണേ? ഓടിച്ചെന്ന് പപ്പൻ്റെ കയ്യിൽ നിന്നും തട്ടി പറിക്കുന്നത് പോലെ ഇരുവരെയും പിടിച്ചു വാങ്ങിയപ്പോൾ മീര ചുറ്റുമുള്ളതെല്ലാം മറന്നിരുന്നു. അവൾ അവരുടെ കണ്ണുനീർ മാത്രമേ കണ്ടിരുന്നുള്ളൂ. വാവകളെയും ഇരു കൈകളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ ആ കട്ടിലിലേക്ക് അമർന്നിരുന്നു. ആദിയും അച്ചുവും ഏങ്ങലടിയോടെ അവളോട് എന്തൊക്കെയോ പരിഭവങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവളുടെ കവിളും മൂക്കുമെല്ലാം അവരുടെ കുഞ്ഞി ചുണ്ടാൽ മുത്തങ്ങൾ നൽകുവാനും അവർ മറന്നിരുന്നില്ല. മീരയുടെ മുറിവ് കെട്ടിയ വെള്ളത്തുണിക്ക് മേൽ ചൂണ്ടുവിരൽ മെല്ലെ തൊട്ടു നോക്കി ആദിമാൻ ചുണ്ടുകൾ കൂർപ്പിച്ചപ്പോൾ അവളുടെ കണ്ണും മനവും ആ കുഞ്ഞിൻ്റെ സ്നേഹം ഓർത്ത് നിറഞ്ഞുപോയി. നിമിഷങ്ങൾ കടന്നുപോയി. മൂവരും അവരുടേതായ ലോകത്തിൽ പരസ്പരം സ്നേഹവും സങ്കടവും പങ്കെടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നപ്പോൾ അവരുടെ കരുതലും പരിഭവങ്ങളും കണ്ട് കണ്ണ് നിറച്ച് പപ്പൻ മുറിയുടെ വാതിലിൽ ചാരി നിന്നു. മീര! പൊടുന്നനെ പപ്പൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് തങ്ങളെ കൂടാതെ ഇനിയും ഒരാൾ കൂടി ആ മുറിയിലുണ്ടെന്നുള്ള കാര്യം മീര ഓർത്തത് തന്നെ. സർ! കുഞ്ഞുങ്ങളെ കയ്യിലേന്തിക്കൊണ്ട് എഴുന്നേൽക്ക് നിൽക്കുവാൻ തുടങ്ങിയ അവളുടെ ശ്രമത്തെ പപ്പൻ വേണ്ട എന്നുള്ള രീതിയിൽ കൈകൾ കാട്ടി തടഞ്ഞു. ഇവർ ഇത്രയും നേരമായിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ എടുത്തുകൊണ്ട് വരാം, ഒന്ന് കൊടുത്തേക്കണേ. അവൻ്റെ ശബ്ദത്തിൽ കൃതജ്ഞതയായിരുന്നു അവൾ കണ്ടത്. തൻ്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറ്റിയവളോടുള്ള നന്ദി, തൻ്റെ പൊന്നോമനകളെ ചേർത്ത് പിടിച്ചിരിക്കുന്നവളോടുള്ള സ്നേഹം, അവരുടെ വിശപ്പ് മാറ്റുന്നവളോടുള്ള വാത്സല്യം. മീര തലയൊന്നാട്ടിക്കൊണ്ട് സമ്മതിച്ചതും അവൻ ഒട്ടൊരു പുഞ്ചിരിയോടുകൂടി മുറിയുടെ പുറത്തേക്ക് കാലുകൾ നീക്കി. മോളെ, എന്തിനായിരുന്നു കുഞ്ഞുങ്ങൾ കരഞ്ഞത്? ഒരു പ്ലേറ്റിൽ അവർക്കുള്ള ഭക്ഷണവുമായി നാണി അപ്പോഴേക്കും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിരുന്നു. അറിയില്ല ചിറ്റേ, ഞാൻ വന്നെടുത്തപ്പോഴേക്കും കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തിയിരുന്നു.
കുഞ്ഞുങ്ങളെ കട്ടിലിലേക്ക് ഇരുത്തിയതിന് ശേഷം മീര അവരുടെ കയ്യിലിരുന്ന പാത്രം വാങ്ങി. കഴിക്കും മക്കളെ. സ്പൂണിൽ കഞ്ഞി കോരിക്കൊടുത്ത് അച്ചുവിനെയും ആദിയെയും മതിയാവോളം കഴിപ്പിച്ചവൾ. ഓരോ പ്രാവശ്യം വായിൽ വെച്ച് കൊടുക്കുമ്പോഴും തട്ടിത്തെറിപ്പിക്കാതെ വയറ് നിറച്ച് കഴിക്കുന്നവരെ കണ്ണ് മീരയുടെ കണ്ണുകൾ അവൾ അറിയാതെ തന്നെ നിറഞ്ഞു തൂവി. ചിറ്റേ, വാവുകൾ ഇത്രയും നേരം വിശന്നിരിക്കുവാണെന്ന് തോന്നുന്നു. മീര സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി. ഹോസ്പിറ്റലിൽ നിന്നും വന്നതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ലെന്നാണ് ദേവരാജൻ സാർ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ തൊട്ട് തുടങ്ങിയ കരച്ചിലാണത്രേ. രാത്രിയായിട്ട് നിർത്താതിരിക്കുന്നത് കണ്ടപ്പോൾ അവർ പേടിച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ബെഡിലിരുന്നു കൊണ്ട് പരസ്പരം കെട്ടിമറിഞ്ഞു കിടക്കുന്ന ഉണ്ണികളെ നേരെ ഇരുത്തി അവരുടെ നെറുകയിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് നാണി പറഞ്ഞു, മതിയായോടാ കണ്ണ. പാത്രത്തിലുള്ളതിൻ്റെ 3/4 ഭാഗവും കഴിച്ചു തീർത്തവർക്കുന്നവരുടെ വീർത്തിരിക്കുന്ന കുഞ്ഞി കുമ്പയിൽ ഓരോ മുത്തങ്ങൾ നൽകിയതിന് ശേഷം അവൾ കൊഞ്ചലോടെ ചോദിച്ചു. ഇക്കിളിയെടുത്ത് ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുന്ന ഉണ്ണികളുടെ ശബ്ദം ഉമ്മറത്തിരിക്കുന്ന ദേവൻ്റെയും പപ്പൻ്റെയും ചെവിയിൽ ആനന്ദവർഷം കുരിപ്പിക്കാൻ പോകുന്നതായിരുന്നു. അനിമോനെ. അത്താഴം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാതെ മുറിയിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന മകൻ്റെ അരികിലേക്ക് സുകുമാരൻ ചെന്നിരുന്നു. എന്താ അച്ഛാ? എന്തോ ആലോചിച്ചു കൊണ്ടിരുന്നവൻ അച്ഛന് നേർക്ക് ചോദ്യത്തോടെ തിരിഞ്ഞു. ഡിവോഴ്സിൻ്റെ കാര്യം എന്തായി? അയാളൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ചോദിച്ചു. വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ ശരിയാക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ പെട്ടെന്നാകുമെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാം നടക്കട്ടെ. എത്രയും വേഗത്തിൽ തന്നെ ആ ദുഷിച്ച ബന്ധത്തിൽ നിന്ന് നിനക്ക് മോചനം കിട്ടണം. വളരെ ഉറപ്പോടുകൂടിയാണ് സുകുമാരൻ അത് പറഞ്ഞത്. അച്ഛൻ ഇന്ന് കമ്പനിയിലേക്കൊന്നും പോകുന്നില്ലേ? പോയിട്ട് വന്നതാ. പോവാതെ പറ്റത്തില്ലല്ലോ. ആൾക്കാരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നാണക്കേടാണിപ്പോൾ. ചിലർക്കൊക്കെ പുച്ഛമാണ്, ചിലർക്കൊക്കെ സഹതാപവും. മേടയിൽ സുകുമാരൻ്റെ ജീവിതത്തിൽ ഇത്രയിൽ വലിയൊരു നാണക്കേടിൻ്റെ കരിനിഴൽ ഇതാദ്യമായിട്ടാണ്. വർദ്ധിച്ച മാനസിക സംഘർഷത്തോടെയാണ് അയാളത് പറഞ്ഞു മുഴുമിപ്പിച്ചത്. ഞാൻ കാരണം അച്ഛനൊരു നാണക്കേടായല്ലേ? അനിരുദ്ധിൽ സങ്കടം നിറഞ്ഞു. നീ കാരണോ? ഒരിക്കലുമല്ല. കാരണക്കാരായവർ സന്തോഷിക്കുമ്പോൾ വഞ്ചിക്കപ്പെട്ടവന് നേർക്ക് ഞാനെങ്ങനെയാടാ കുറ്റം ചുമത്തേണ്ടത്? ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നോരോന്നായി ഓർത്ത് ഇഞ്ചിഞ്ചായി അനുഭവിച്ച് തകർത്ത് കളഞ്ഞ നിൻ്റെയും മീരയുടെയും ജീവിതങ്ങൾ ഓർത്ത് അവരനുഭവിക്കണം. ശാപവാക്കുകൾ ചൊരിയുമ്പോൾ ആദിത്യൻ സ്വന്തം മകനാണെന്ന് പോലും അയാൾ മനഃപൂർവ്വം മറന്നിരുന്നു. മീരയേട്ടത്തി, മീരയുടെ കാര്യം എന്തായി? ആദ്യം നാവ് ചതിച്ചുവെങ്കിലും വീണ്ടും അതിനെ തിരുത്തിക്കൊണ്ട് ചോദിച്ചവൻ. അതിനെ കാര്യം ഒന്നും പറയണ്ട അനി. ദത്തൻ അതിനെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ അപ്പൻ അതിനെ പറയാൻ പാടില്ലാത്തൊക്കെ എന്തൊക്കെയോ പറഞ്ഞെന്ന്. ഒന്നിൻ്റെ പുറത്ത് തള്ളും കൂടി എന്ന പോലായി കാര്യങ്ങൾ. നെഞ്ച് തകർന്നിരുന്ന ആ പെണ്ണിന് സ്വന്തം വീട്ടുകാർ കൂടി കൈയൊഴിഞ്ഞു തോന്നു വന്നപ്പോൾ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഫലം കൊണ്ടാണ് അതിൻ്റെ ജീവൻ പോലും തിരിച്ചു കിട്ടിയത്. വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദത്തം തുടങ്ങിയപ്പോൾ അതിൻ്റെ ചിറ്റ വന്ന് ആ കൊച്ചിനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ ശ്വാസം ഒന്ന് ആയത്തിൽ വലിച്ചു വിട്ടതിന് ശേഷം തുടർന്നു. പോയിട്ട് ഇത്രയും ദിവസങ്ങളായി. അതിനെ ഒന്ന് വിളിക്കണമെന്ന് പല പ്രാവശ്യം ആലോചിച്ചതാ. എല്ലാം മറക്കാൻ ശ്രമിക്കുന്നവളെ ഇടയ്ക്ക് വിളിച്ച് എന്തിനു ശല്യപ്പെടുത്തണം എന്നോർത്തപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. ഇടയ്ക്കൊക്കെ ദത്തനെ വിളിക്കും, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, അത്ര തന്നെ. ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അയാൾ ആ സംസാരം അവസാനിപ്പിക്കുമ്പോൾ അനിരുദ്ധിൻ്റെ മനസ്സിൽ മീരയുടെ സങ്കടത്തോടെയുള്ള മുഖം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. മോളെ, നീ എങ്കിൽ ഇന്നിവിടെ കിടന്നോ. ഇവരിപ്പോഴെങ്ങും ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. ലക്ഷ്മി അവിടെ ഒറ്റയ്ക്കല്ലേ. ഞാൻ പോയിട്ട് നാളെ രാവിലെ വരാം. കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും കൊഞ്ചലും ഒക്കെ കണ്ടിരിക്കുന്നവളോട് നാണി പതിയെ പറഞ്ഞു. ചിറ്റേ, ഞാൻ ഉച്ചയ്ക്ക് എങ്ങനെയാ? എനിക്ക് പേടിയാ. അത്രയും വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുന്നതിൻ്റെ പരിഭ്രമം അവളിൽ വല്ലാത്ത വിറയലുണ്ടാക്കി. മോളെ, നമ്മുടെ വീട്ടിലേക്കാളും സുരക്ഷിതത്വം ഈ വീട്ടിൽ നിനക്കുണ്ടാവും. ദേവരാജൻ സാറും പപ്പൻ സാറും നല്ലവരാണ്. അവരെ രണ്ടുപേരെയും പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നാണി അവളെ പറഞ്ഞു മനസ്സിലാക്കുവാനായി ശ്രമിച്ചു. എന്നാലും ചിറ്റേ, എനിക്ക് വലിയ പരിചയമില്ലാത്തവരല്ലേ. അവളൊന്ന് വെപ്രാളപ്പെട്ടു. എങ്കിൽ നീ ഇവരെ ഉറക്കിക്കെടുത്താൻ നോക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. നാണി പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് വീണ്ടും മനസ്സിൽ ആദി കയറി. താൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾ വീണ്ടും എഴുന്നേറ്റാലോ? അവർ തന്നെ കാണണമെന്ന് പറഞ്ഞ് രാത്രിയിൽ വീണ്ടും വാശി പിടിച്ചാലോ? അച്ചു ആദിയും ഇപ്പോൾ കരഞ്ഞതുപോലെ ഉച്ചത്തിൽ വീണ്ടും കരഞ്ഞാലോ? മീരയുടെ മനസ്സിൽ ചോദ്യശരങ്ങൾ വന്ന് ആഞ്ഞു തറച്ചു.
ഒരു വശത്ത് ഈ വലിയ വീട്ടിൽ തനിയെ കിടക്കാനുള്ള ഭയമെങ്കിൽ മറുവശത്ത് കുട്ടികളെ തനിച്ചാക്കി പോകുവാനുള്ള സങ്കടമാണ്. അറിയാം, പപ്പൻ സാറും ദേവരാജൻ സാറും നല്ലവരാണെന്ന്. എന്നാലും അപരിചിതത്വത്തിൻ്റെ നേരിയ ഒരു ആവരണം ഇപ്പോഴും തങ്ങൾക്കിടയിൽ ഉണ്ടെന്നുള്ള കാര്യം അവൾ മനസ്സിലോർത്തു. അവൾ പതിയെ കുഞ്ഞുങ്ങളുമായി ബെഡിലേക്ക് അമർന്നു. താരാട്ടുപാടിയും ഇരുവരുടെയും തുടയിൽ കൈകൊണ്ട് തട്ടിയും മീര അവരെ ഉറക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. കുഞ്ഞുമിഴികളിൽ പതിയെ ഉറക്കം വിരുന്നിനെത്തി. അവരെ പൊതിഞ്ഞു പിടക്കുന്നതിനാലോ അതോ കഴിച്ച ഗുളികയുടെ മയക്കം വന്നതിനാലോ അവരോടൊപ്പം തന്നെ അവളും ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോയിരുന്നു. അയ്യോ, മീരമോളും ഉറങ്ങിപ്പോയോ? അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും നാണി പതിയെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി. കുഞ്ഞുങ്ങൾ ഉറങ്ങിയോ നാണിയമ്മേ? സോപാനപ്പടിയിൽ ചാരിയിരുന്ന പപ്പൻ അവരെ കണ്ടതും ആകാംക്ഷയോടെ ചോദിച്ചു. അവിടെ ചാരുകസേരയിൽ കിടക്കുന്ന ദേവരാജൻ്റെ മുഖത്തെ ചോദ്യവും അതുതന്നെയായിരുന്നു. അവരുറങ്ങി, കൂട്ടത്തിൽ മീരമോളും. എങ്ങനെയാ സാറേ, വിളിച്ചെഴുന്നേൽപ്പിക്കട്ടെ? നാണിയമ്മയ്ക്ക് വല്ലായ്മ തോന്നി. ഏയ്, അവൾ ഇവിടെ നിന്ന് കിടന്നോട്ടെ നാണിയമ്മേ. വയ്യാത്ത കുട്ടിയല്ലേ, ഞങ്ങൾ കാരണമല്ലേ അതിൻ്റെ ഉറക്കം മുറിഞ്ഞത്. എഴുന്നേൽപ്പിക്കണ്ട. ദേവരാജൻ കട്ടായം പറഞ്ഞതും നാണി തല കുലുക്കി സമ്മതം അറിയിച്ചു. എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ സാറേ, രശ്മി അവിടെ ഒറ്റയ്ക്കാണ്. നിക്ക്, പപ്പൻ കൊണ്ടുപോയി വിടും. ഈ അസമയത്തിന് തന്നെ പോണ്ട. അപ്പോഴേക്കും ടോർച്ചും അടിച്ചുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി നടന്നു കഴിഞ്ഞിരുന്നു. പപ്പനു പിന്നാലെ അവരും. നാണിയെ വീടിൻ്റെ മുറ്റം വരെ കൊണ്ടുവന്ന് വിട്ടതിന് ശേഷമാണ് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോയത് തന്നെ. കൊണ്ടുവിട്ടോ? തിരിച്ചു ചെന്നപ്പോഴേക്കും അയാൾ മകനോട് ആരാഞ്ഞു. ചെരുപ്പൂരി പടികളിലിട്ടിട്ട് അവൻ ടോർച്ച് നിർത്തി അകത്തേക്ക് കയറി. ഇതുപോലൊരു മോളെ എനിക്ക് വേണ്ടിയിരുന്നത്. എൻ്റെ കൊച്ചുമക്കളുടെ അമ്മയായി, ഈ വീട്ടിലെ മകളായി, പിന്നെ നിന്റെ ഭാര്യയായി. പറഞ്ഞു തുടങ്ങിയത് ഉറപ്പോടെ ആയിരുന്നെങ്കിലും ഒടുക്ക അയാളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു. അച്ഛൻ എന്തൊക്കെയായി പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? ദേവരാജൻ്റെ സംസാരം അവനെ ആദ്യമായി ചൊടിപ്പിച്ചു. ദേഷ്യത്തോടെ അകത്തേക്ക് നടന്നവൻ സ്വന്തം മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ടു അവൻ തൻ്റെ ബെഡിൽ സുഖമായി ഉറങ്ങുന്ന മീരയെയും അവളുടെ നെഞ്ചോരം കണ്ണും പൂട്ടിയുറങ്ങുന്ന തൻ്റെ കുരുന്നുകളെയും. അവരിൽ നിന്നും എന്തുകൊണ്ടോ നോട്ടം മാറ്റാനാവാതെ അവൻ ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി. സ്റ്റോറി ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ.